ഇതെന്താ അറിയോ, ഫോട്ടോ ഫ്രെയിം അല്ല, ഇതിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് കൊടുവാ. $92 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഈ കിടക്കുന്ന സാധനം. അതായത് ഗിഫ്റ്റിംഗ് സെഗ്മെന്റ്. ഇന്ത്യയിൽ $92 ബില്യൺ എത്താൻ പോകുന്നത്. INR അല്ല കേട്ടോ, ഡോളേഴ്സിലേക്കാണ് എത്താൻ പോകുന്നത്. അതായത് 7 ലക്ഷത്തി ചില്ലാനം കോടി രൂപയുടെ സെഗ്മെന്റ് ആണിത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, ഫ്രെയിം ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റിംഗ് ചെയ്യുന്ന ആളുകളെ. അപ്പൊ ഇവര് ചുമ്മാ ഇതൊരു ജസ്റ്റ് ടൈം പാസ് പാഷനോ ആയിട്ട് ചെയ്യാതെ ഈ സെഗ്മെന്റ് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ട്രമൻഡസ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ. നമ്മൾ ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതേപോലെ നമ്മളെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റിംഗ്, എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള സെലിബ്രേഷൻസ്, ബർത്ത്ഡേ, മം ടു ബി, ഗ്രൂം ടു ബി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട്. നമ്മൾ സെൻഡ് ഓഫിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അങ്ങനെ കുറെ പരിപാടികൾ എന്ത് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം ഇവിടെ വളരെ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻഷ്യൽ ഗിഫ്റ്റിംഗ്. അപ്പൊ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ ഇത് നമ്മളൊരു ഫ്രണ്ട് ഇപ്പൊ ഫ്ലോക്സി ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അവർ ഓപ്പൺ ചെയ്തിട്ടില്ല, പക്ഷെ ഇതിലെന്താണ്, ഇതിൽ ഇത്രക്കും വലിയൊരു ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ചുമ്മാ ഫ്രെയിം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിൽ നമുക്ക് സംതിങ് യുണീക്ക് ആയിട്ട്, ഇതിൽ സംതിങ് ഡിഫറെന്റ് ആയിട്ട് നമുക്കിതിൽ ഏത് രീതിയിൽ മാർക്കറ്റിൽ പെനട്രേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്.